കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷും നിധിയും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ കാർ നിർത്തി സുധീഷ് പറയും, നിധി നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കാറിൽ നിന്നും ഇറങ്ങിപ്പോകും. അങ്ങനെ നിധി വിചാരിക്കും ഇപ്പോൾ സുധീഷ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ടെൻഷൻ അടിച്ച് കാറിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സുധീഷ് വരും. സുധീഷ് കാറിലോട്ട് വരുന്ന സമയത്ത് സുധീഷിൻ്റെ കയ്യിൽ ഒരു ചായയും അതുപോലെ ബജ്ജിയും ഉണ്ടാകും. അങ്ങനെ സുധീഷ് നിധിക്ക് ചായ കൊടുക്കും. അപ്പോൾ നിധി പറയും എനിക്ക് ബജ്ജി വേണ്ടെന്ന് പറയും. അങ്ങനെ സുധീഷ് ബജ്ജിയും ചായയും കുടിക്കുമ്പോൾ സുധീഷ് ബജ്ജി ചായയിൽ മുക്കി കഴിക്കും. അപ്പോൾ നിധി പറയും എന്താ താൻ കാട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും എന്തേ നിനക്ക് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് നിധിക്ക് അത് കൊടുക്കാൻ നിൽക്കും. അപ്പോൾ നിധി പറയും എനിക്ക് വേണ്ട, ഇങ്ങനെയുള്ള വൃത്തികേടുകളാണോ കാണിക്കുന്നതെന്ന് ചോദിക്കും നിധി. അപ്പോൾ സുധീഷ് പറയും ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ഈ നല്ല ടേസ്റ്റ് ഒന്ന് നിധി ഒരു വെറുപ്പോട് കൂടി സുധീഷിനോട് പറയും. നിധി പറയും ഇങ്ങനെ ഇവിടെ ചായയും കുടിച്ചുകൊണ്ട് നിന്നാൽ വീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോഴും സുധീഷ് ഇങ്ങനെ ചായ കുടിക്കുകയായിരിക്കും. അപ്പോൾ നിധി പറയും ഈ ചായ കുടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അത് പോയി എടുത്ത് വീട്ടിലോട്ട് കയറാൻ നോക്ക്, അതാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും വീട്ടിലോട്ട് കയറാം, അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് പറയണേ. അപ്പോഴും സുധീഷ് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിധി ദേഷ്യത്തോട് കൂടി പറയാം അതൊന്ന് വലിച്ചെറിയാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുധീഷ് ചായ കുടിച്ച് ചായ കാപ്പി വലിച്ചെറിയും. എന്നിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിധി ചോദിക്കും എങ്ങോട്ടേക്കാണ് കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ സുധീഷ് പറയും നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ നിധി പറയും കാറും കൊണ്ടാണോ വീട്ടിലോട്ട് പോകുന്നത്, അപ്പം എല്ലാവരും അറിയില്ലേ നമ്മൾ വീട്ടിൽ ചെന്ന കാര്യം, ആരും അറിയാതെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവേണ്ടത്. നിധി പറയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നടന്നിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും നിധിയും കാറിൽ നിന്നും സുധീഷും നിധിയും വീട്ടിലോട്ട് നടന്നു പോയി. വീടിൻ്റെ അടുത്തെത്തിയ സമയത്ത് വീടിൻ്റെ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിധി പറയും അതാ വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, സീലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ഇനി എങ്ങനെ നമ്മൾ അകത്തോട്ടേക്ക് കയറും എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും അതിനൊക്കെ എന്തെങ്കിലും മാർഗമുണ്ടാകും, അതൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട് നമുക്ക് ഈ കൂട്ട് പൊട്ടിച്ചാലോ എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയണേ അതൊന്നും പറ്റില്ല, താനെന്നല്ലേ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്, എന്നിട്ട് കൂട്ട് പൊട്ടിക്കാൻ നോക്കുകയാണോ. നിധി പറയും ഞാൻ വീട് തുറക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും വീടിൻ്റെ ഗേറ്റും അവർ സീൽ ചെയ്ത് പൂട്ടിയതല്ലേ, അപ്പോൾ അതും തുറക്കാൻ പറ്റില്ല, അത് തുറന്നാൽ മാത്രമല്ലേ അകത്തോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ആളാണ് വലിയ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് വലിയ പഠിപ്പിസ്റ്റ് ആണെന്നൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെ കളിയാക്കും. അപ്പോൾ നിധിക്ക് അത് ഇഷ്ടപ്പെടില്ല. നിധി പറയും ഇനി എന്ത് ചെയ്യും അത് പറ എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും നീ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടത്തിനും ചാട്ടത്തിനും എല്ലാത്തിനും പങ്കെടുത്തിരുന്നോ, സ്പോർട്സിലൊക്കെ പങ്കെടുത്തിരുന്നോ ചോദിക്കുക. അപ്പോൾ നിധി പറയും ഞാൻ ഒന്നിലും പങ്കെടുത്തിട്ടില്ല, PT പോലും ഞാൻ പോകാറില്ല, അപ്പോൾ വരെ ഞാൻ പഠിക്കുകയായിരിക്കും. അപ്പോൾ സുധീഷ് പറയും ഈ ഗേറ്റ് കടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചാടി അപ്പുറത്തോട്ടേക്ക് കടക്കണം, ഞാനാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ സ്പോർട്സിനും എല്ലാത്തിനും പങ്കെടുത്തത് കൊണ്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് ചാടാൻ കഴിയും. അപ്പോൾ നിധി പറയും അതിന് സ്കൂളിൽ പഠിക്കും ഒന്നും വേണ്ട, ഇതിൻ്റെ ഗേറ്റ് ചാടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ സുധീഷ് നിധിയെ പൊന്തിക്കാൻ നോക്കും. അപ്പോൾ നിധി ചോദിക്കും എന്തിനാ താൻ എന്നെ പൊന്തിക്കാൻ നോക്കുന്നത്. സുധീഷ് പറയും തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊന്തിച്ചാൽ തനിക്ക് സിമ്പിളായിട്ട് അപ്പുറത്തോട്ടേക്ക് കടക്കാമല്ലോ. അപ്പോൾ നിധി പറയും താൻ എന്നെ പൊന്തിക്കൊന്നും വേണ്ട, എനിക്ക് കഴിയും ചാടിക്കടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കും. പക്ഷേ നിധിക്ക് കഴിയില്ല. അത് കണ്ടുകൊണ്ട് സുധീഷ് ചിരിക്കും. അങ്ങനെ ഒടുവിൽ നിധി എത്ര ശ്രമിച്ചിട്ടും നിധിക്ക് ഗേറ്റ് ചാടാൻ കഴിയില്ല. അപ്പോൾ നിധി സുധീഷിനോട് പറയും സുധീഷ് താൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇതാക്ക്, താൻ എൻ്റെ കാല് പിടിച്ചിട്ട് അപ്പുറത്തോട്ടേക്ക് എന്നെ കയറ്റി എന്ന് പറയും. അത് തന്നെയല്ലേ നിധി തന്നോട് ഞാൻ പറഞ്ഞത്, തനിക്കത് കഴിയില്ല, തന്നെ ഞാൻ കാല് പിടിച്ച് അപ്പുറത്തോട്ടേക്ക് കയറ്റാമെന്ന്. അപ്പോൾ നിധി പറയും ഇനി മിണ്ടാതെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കാലിലുള്ള ചെരുപ്പ് എടുക്കും. അപ്പോൾ സുധീഷ് പെട്ടെന്ന് ചോദിക്കും അതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയും ഇത് അപ്പുറത്തോട്ടേക്ക് ഇട്ടിട്ട് എനിക്ക് ചെരുപ്പ് ഇടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പ് അപ്പുറത്തോട്ടേക്ക് ഇടും. എന്നിട്ട് സുധീഷ് നിധിയുടെ കാല് പിടിച്ച് മെല്ലെ പൊന്തിച്ച് ഗേറ്റിൻ്റെ മുകളിലോട്ട് കയറ്റിയ സമയത്ത് നിധിക്ക് പിന്നെ അപ്പുറത്തോട്ടേക്ക് കടക്കാൻ പേടിയായിരിക്കും. അപ്പോൾ നിധി പറയും എനിക്കിനി താഴോട്ടേക്ക് ഇറങ്ങാൻ പേടിയാണ്, സുധീഷ് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും നിധി അവിടെ തന്നെ ഇരിക്കും, ഞാൻ കയറട്ടെ, എന്നിട്ട് തന്നെ അവിടെ നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഗേറ്റിൻ്റെ മുകളിൽ കയറി അപ്പുറത്തോട്ടേക്ക് ഇറങ്ങും. എന്നിട്ട് നിധിയെ മെല്ലെ അതിൻ്റെ മുകളിൽ നിന്നും താഴോട്ടേക്ക് ഇറക്കും. എന്നിട്ട് നിധി ചോദിക്കും എങ്ങനെ സുധീഷ് ഇത്രയും സിമ്പിളായിട്ട് അതിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങിയത്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല സ്പോർട്സിൽ
നല്ല ഗെയിമറായിരുന്നു, അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ഇറങ്ങാൻ പറ്റി. താൻ അതൊന്നും അറിയാത്തത് കൊണ്ട് അവിടെ തന്നെ നിന്നു, എനിക്കതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് അവിടുന്ന് ഇറക്കാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ മുന്നിൽ വലിയൊരാളാകും. അങ്ങനെ സുധീഷ് പറയും ഇനി വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും വീട്ടിലോട്ട് നടന്നു പോകും. അങ്ങനെ അവർ മുന്നിലെത്തുന്ന സമയത്ത് അവിടെ സീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സുധീഷ് പറയും നമുക്ക് പിന്നിലൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും നോക്കാം എന്ന് പറയാം. അപ്പോൾ നിധി പറയും അതിന് അവിടെയും സീൽ വെച്ചിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ അവർ വീടിൻ്റെ പുറകിൽ ചെല്ലുമ്പോഴും അവിടെയും സീൽ ചെയ്തിരിക്കുമായിരിക്കും. സുധീഷ് അത് കുറേ വലിച്ച് പൊട്ടിക്കാൻ നോക്കും, അപ്പോൾ അത് കഴിയില്ല. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്താ താൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ സുധീഷ് പറയുകയാണ് അത് ഞാൻ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണേ. അങ്ങനെ സുധീഷ് പിന്നെ ജനലിൽ തുറക്കാൻ നോക്കും, അപ്പോൾ അതും കഴിയുന്നില്ല. അപ്പോൾ നിധി പറയും എന്താണ് താൻ കാണിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയും ഇത് തുറക്കാൻ പറ്റുമോ നോക്കുകയാണ്, ഇത് സ്ട്രോങ് അല്ലാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉന്തി നോക്കിയതാണ്, പക്ഷേ ഇതൊക്കെ എന്തൊരു സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർ ആ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയായിരിക്കും. നടക്കുന്ന സമയത്ത് നിധി പറയും ഇനി നമ്മൾ എന്ത് ചെയ്യും. അപ്പോഴാണ് സുധീഷിൻ്റെ കണ്ണിൽ ഏണി പെടുന്നത്. അപ്പോൾ സുധീഷ് നിധിക്ക് കാണിച്ചു കൊടുക്കും, അത് വെച്ചിട്ട് നമുക്ക് ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറയും. അപ്പോൾ നിധി കാണുന്നത് അവിടെ ഒരുപാട് കുപ്പികൾ ഉണ്ടാകും, അപ്പോൾ അതായിരിക്കും നിധി കാണുന്നുണ്ടാവുക. അപ്പോൾ നിധി സുധീഷിനോട് പറയും അത് വെച്ചിട്ട് എന്ത് കാണിക്കാൻ, അത് കുപ്പികളല്ലേ. അപ്പോൾ സുധീഷ് പറയും അപ്പുറത്ത് കണ്ട ഏണി അത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്, താനൊക്കെ എന്ത് ആർട്ടിടെക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയെ കളിയാക്കും. അപ്പോൾ നിധി പറയും താനും മിണ്ടാതെ നിന്നു എന്ന് പറയും. സുധീഷ് ഏണി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കയറും ഉണ്ടാകും, അതും എടുക്കും. അപ്പോൾ നിധി ചോദിക്കും അതെന്തിനാന്ന്. അപ്പോൾ സുധീഷ് പറയും അതൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏണിയും എടുത്ത് അവിടെ വെക്കും. എന്നിട്ട് നിധി പറയും ഇനി ഇത് വെച്ച് എന്താ ചെയ്യുക. അപ്പോൾ സുധീഷ് പറയും ഇതിൽ കയറിയിട്ട് ആ ഓട് തുറന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങാം, എന്നിട്ട് കാര്യമുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എവിടെയെന്ന് തപ്പാമെന്ന് പറയും. അപ്പോൾ നിധി പറയും എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന്. അപ്പോൾ സുധീഷ് പറയും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെയല്ലേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ പിന്നെയും സുധീഷ് കളിയാക്കും. നിധി ചോദിക്കും എവിടെയെല്ലാം നോക്കും എന്ന്. അപ്പോൾ സുധീഷ് പറയും വീട്ടിലും മുറിയിലും കിച്ചണും എല്ലായിടത്തും നോക്കണം, എവിടെയാണ് ഉള്ളതെന്ന് നോക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ നിധി പറയും ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എവിടെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം, എന്നിട്ട് നീ അവിടെ നിന്നോ എന്ന് പറയും. അപ്പോൾ നിധി പറയും കളിയാക്കല്ലേ എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നിധിനെ കൊതുക് കടിക്കും. അപ്പോൾ നിധി പറയുക എന്തൊരു കൊതുകാണ് ഇവിടെ. സുധീഷ് നിധിയോട് ചോദിക്കും നീ എന്താ ഇവിടെ കൊതുകിനെ കൊല്ലാൻ വന്നതാണോ അതോ വീടിൻ്റെ ആധാരം എടുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിധി ചോദിക്കും നിങ്ങളെന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്, ഞാനും വരുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് എന്ന് പറയും. അങ്ങനെ സുധീഷ് പറയും ഞാൻ ഏണി വെച്ചിട്ട് ഞാൻ ആദ്യം കയറാം, എന്നിട്ട് താൻ കയറിയാൽ മതി എന്ന് പറയും. അങ്ങനെ സുധീഷ് ഏണി വെച്ച് കയറും. പിന്നീട് നിധി അതിലൂടെ കയറും. പക്ഷേ നിധി ദൈവമേ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും അതിലൂടെ കയറുന്നുണ്ടാവുക. അപ്പോൾ സുധീഷ് പറയും പെട്ടെന്ന് കയറ് ആരെങ്കിലും കാണുമെന്ന് പറയാം. അപ്പോൾ നിധി പറയും താനൊന്നും മിണ്ടാതെ നിൽക്ക്, ഞാനിത് കയറുന്നത് താൻ കാണുന്നില്ല. വീടിൻ്റെ മുകളിൽ അവർ കയറും. കയറിയതിന് ശേഷം നിധി സുധീഷിനോട് ചോദിക്കും ഇത് പൊട്ടി താഴോട്ടേക്ക് എങ്ങാനും ചാടുമോ ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും എന്നെ പോലെ ഒന്ന് ധൈര്യത്തിൽ ഇരിക്കും, ഒന്ന് പേടിക്കാതെ ഇരിക്കുമെന്ന് പറയും. നീയൊക്കെ എന്തൊരു ആർട്ടിടെക്കാണെന്ന് പറയും. അപ്പോൾ നിധി പറയും താൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയേണ്ട വല്ല ആവശ്യം, തനിക്ക് തൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയും. ധൈര്യത്തോടു കൂടി നിൽക്കെന്ന് പറയും. താൻ ഇവിടെ ഇരിക്കും, ഞാൻ താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ സുധീഷ് വീടിൻ്റെ ഓടുകളെല്ലാം എടുത്ത് നിധിക്ക് കൊടുക്കും. അപ്പോൾ നിധി ചോദിക്കും ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സുധീഷ് പറയും താൻ അത് അവിടെ എവിടെയെങ്കിലും വെക്കുമെന്ന് പറയും. അങ്ങനെ നിധി അവിടെ വെച്ചതിന് ശേഷം ഓടുകളെല്ലാം എടുത്ത് സുധീഷ് താഴോട്ടേക്ക് ഇറങ്ങും. അങ്ങനെ സുധീഷ് താഴെ ഇറങ്ങിയ ശേഷം ഒരു സഞ്ചി എടുത്ത് സഞ്ചികളിലെല്ലാം പാത്രങ്ങളായിരിക്കും വെക്കുന്നത്. അപ്പോൾ നിധി മുകളിൽ നിന്ന് പറയും താൻ പാത്രങ്ങളെല്ലാം എടുക്കാൻ പോയി അവിടെ എവിടെയെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും വന്നതല്ലേ അതുകൊണ്ട് ഇതെല്ലാം എടുക്കാമെന്ന് കരുതി. അപ്പോൾ നിധി പറയും താൻ പോയി അത് നോക്കാൻ നോക്കെന്ന് പറയും. ഇതാണ്